വളരെ ഞെട്ടിക്കുന്ന, ആരും കണ്ടാൽ കണ്ണ് പിൻവലിച്ചു പോകുന്ന ദൃശ്യമാണ് അവിടെ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ളത് കുന്നംകുളത്ത് നിന്ന്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും ഈ ഉദ്യോഗസ്ഥരൊക്കെ, ഇപ്പോൾ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ അന്നുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ സ്റ്റേഷനേ മാറിയിട്ടുള്ളൂ. SI ആയിരുന്ന നൂഹ്മാൻ SI ആയി തന്നെ ഇപ്പോഴും തുടരുകയാണ്. കുന്നംകുളത്തിന് പകരം വിയ്യൂരിലാണ് എന്നുള്ളതേ ഉള്ളൂ. CPO മാർ അവർ 3 പേരും അതേപോലെ തുടരുന്നു. ഒരാൾ മറ്റൊരു ജോലി കിട്ടി പോയി എന്നുള്ളതൊഴിച്ചാൽ, റവന്യൂ വകുപ്പിലേക്ക് പോയി എന്നുള്ളതൊഴിച്ചാൽ, ഇത്രയും ക്രൂരമായ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടും ആർക്കും ഒരു ഇലയനക്കം പോലും ഉണ്ടായില്ല. സ്റ്റേഷനൊന്ന് മാറ്റിക്കിട്ടി എന്നുള്ളതിനപ്പുറത്ത് എന്താണ് ഈ സംഭവിക്കുന്നത്? അല്ല, ഇപ്പൊ നേരത്തെ എനിക്ക് മുൻപ് സംസാരിച്ച ഇടതുപക്ഷ സഹയാത്രികൻ പറഞ്ഞു വെച്ചിടത്ത് തന്നെ തുടങ്ങാം. കാരണം ആദ്യം പറഞ്ഞൊരു വാക്ക് മനുഷ്യാവകാശങ്ങൾ പാലിക്കാൻ വേണ്ടിയാണ് ഗവൺമെന്റുകൾ അല്ലെങ്കിൽ ആ ഗവൺമെന്റിന്റെ ഭാഗമായി നിൽക്കുന്ന പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നിലനിൽക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. അതിന്റെ ഏറ്റവും പ്രൈമായിട്ടുള്ള ഒരു പർപ്പസ് തന്നെ അവിടെ ഇല്ലാതായി എന്നുള്ള കാര്യം നമുക്കൊക്കെ വ്യക്തമായിട്ടുണ്ട്. കാരണം മനുഷ്യാവകാശം പോയിട്ടൊരു മനുഷ്യനെ, ഞാൻ യൂത്ത് കോൺഗ്രസ് ആണെന്നോ അദ്ദേഹം ഒരു ക്ഷേത്രത്തിലെ പൂജാരിയാണെന്നോ ഒരു ചെറുപ്പക്കാരനാണെന്നോ എന്നുള്ള എല്ലാ കാര്യങ്ങളും വിട്ടേക്കാം, ആത്യന്തികമായ ഒരു മനുഷ്യനെ നിങ്ങൾ കൈകാര്യം ചെയ്യാൻ പാടില്ലാത്ത തരത്തിൽ കൈകാര്യം ചെയ്തു പോയതിൻ്റെ ഏറ്റവും മോശപ്പെട്ട നീചമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇന്ന് പുറത്തു വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ബ്യൂറോക്രസിയാണ് ഇതിനൊക്കെ കാരണം. ഞങ്ങൾ ബ്യൂറോക്രസിയുടെ മേൽ എല്ലാം കെട്ടിവെക്കുക എന്ന് പറയുന്നത് കഴിഞ്ഞ ഈ പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിലേറിയപ്പോൾ മുതൽ നടക്കുന്ന ഒരു കാര്യമാണ്. എന്ത് കൊള്ളരുതായ്മയെയും അതിന് കുടപിടിക്കുകയും കൂട്ടുനിൽക്കുകയും ചെയ്തിട്ട് അവസാനം ഇതൊക്കെ ബ്യൂറോക്രസിയുടെ പ്രശ്നമാണ് എന്ന് പറഞ്ഞു വെക്കുക. അപ്പോൾ ഈ ബ്യൂറോക്രസിയെ നിയന്ത്രിക്കാൻ യാതൊരു കെൽപ്പുമില്ലാത്ത, യാതൊരു കഴിവുമില്ലാത്ത ഒരു കഴിവുകെട്ട സംവിധാനമാണോ ഇവിടെ നിലനിൽക്കുന്ന ഭരണകൂടം എന്ന് പറഞ്ഞു വെക്കണ്ടേ? ഈ ബ്യൂറോക്രസിയൊക്കെ നിയന്ത്രിക്കാൻ കെൽപ്പുള്ള, അതിൽ തീരുമാനമെടുക്കാൻ കഴിവുള്ള ആളുകൾ ജനാധിപത്യ പ്രക്രിയയിലൂടെ തെരഞ്ഞെടുത്ത് വിടുന്ന, അതിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്രത്തോളം പിടിപ്പുകേടുള്ളവരാണോ എന്നുകൂടി ഇവർ മറുപടി പറയേണ്ടിയിരിക്കുന്നു. അപ്പൊ എല്ലാം ബ്യൂറോക്രസിയുടെ തലയിൽ ചാരി വെച്ച് അങ്ങനെ അങ്ങ് ഒഴുക്കൻ മട്ടിൽ പോകാമെന്ന് ഇടതുപക്ഷം പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം ഇതിന്മേൽ വളരെ കൃത്യമായി ജുഡീഷ്യറിക്ക് പരാതി കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ട കേസുകൾ നടക്കുകയും ഇത്തരം ഇതുമായി ബന്ധപ്പെട്ട സമരങ്ങൾ ഉൾപ്പെടെ ഇതൊക്കെ പൊതുവിടത്തിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ഇതാരും അറിയാതെ കുറെ പോലീസുകാരും ജുഡീഷ്യറിയും അതിന്റെ സംവിധാനങ്ങളും കൂടെ ചെയ്തു വെക്കുന്നതാണ് എന്ന്, ബ്യൂറോക്രസിയും ചെയ്തു വെക്കുന്നതാണെന്ന് പറഞ്ഞു വെക്കല്ലേ. ഇതൊക്കെ പൊതുവിടത്തിൽ പരാതികളായും പ്രശ്നങ്ങളായും സമരങ്ങളുമായും ഒക്കെ നിരന്തരം ഉയർന്നു വന്നിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ, അഭിലാഷ് പറഞ്ഞതുപോലെ, പണിഷ്മെന്റ് ഇസ് നോട്ട്, അല്ലെങ്കിൽ പണിഷ്മെന്റിനെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താണ് പണിഷ്മെന്റ് എന്നും കൂടെ പറഞ്ഞു വെക്കണം. ട്രാൻസ്ഫർ ഇസ് നോട്ട് കൺസിഡർഡ് ടു ബി എ പണിഷ്മെന്റ്. ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളത് പണിഷ്മെന്റിന്റെ ഭാഗമല്ല. ഒരു സേനയിലും ഒരാളെ മറ്റൊരിടത്തേക്ക് മാറ്റുക എന്ന് പറയുന്നത് പണിഷ്മെന്റിന്റെ ഭാഗമല്ല. പണിഷ്മെന്റ് എന്താണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇവർക്കൊക്കെ ടൗണിന്റെ എനിക്ക് തോന്നുന്ന കുറെ കൂടെ സൗകര്യമുള്ള, കുന്നംകുളത്തേക്കാൾ സൗകര്യമുള്ള, കുറച്ചുകൂടെ ടൗണിന്റെ പരിസര പ്രദേശങ്ങളിലാണ് വിയ്യൂർ ഉൾപ്പെടെ, ടൗൺ ഈസ്റ്റും വെസ്റ്റും ഉൾപ്പെടെയുള്ള സ്റ്റേഷനുകളിലേക്കാണ് ഇവരെയൊക്കെ മാറ്റിയിട്ടുള്ളത്. അപ്പൊ അവരൊക്കെ കുറെ കൂടെ സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റി. ഇതൊക്കെ നിങ്ങൾ ഇനിയും തുടർന്നു കൊള്ളുക എന്നുള്ള പിണറായി വിജയൻ സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ധാർഷ്ട്യം തന്നെയാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇനിയും തുടരാൻ ഒരു തരത്തിലും അനുവദിക്കാൻ പോകുന്നില്ല. ഇന്നിപ്പോ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പൊതുസമൂഹത്തിന്റെ മുൻപിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ കാക്കി യൂണിഫോം ഊരി വാങ്ങാനുള്ള സംവിധാനവുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് പറഞ്ഞു വെക്കാനുള്ളത്.